I greet you all in the precious and wonderful name of our Lord and Savior Jesus Christ. I thank the Lord for enabling all of us to come together in one mind and one spirit, though we are in different places. Dear Pastor and also Brother Biju George, I greet you all, and also all who are on this platform. I bring greetings to you all. ഇന്ന് നിങ്ങളുടെ അവിടെ രാത്രിയാണ്, ഞങ്ങളുടെ ഇവിടെ പ്രഭാതമാണ്. ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ അറിയുന്നത് പോലെ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്ന കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്നേഹത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. Let's meditate on a scripture portion taken from Gospel of John, chapter 15, verse 4. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമുക്ക് വായിക്കാം. There we read like this: എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. Abide in me and I in you, as the branch cannot bear fruit of itself unless it abides in the vine, so neither can you unless abide in me. This is the passage I was meditating on in these days. Let's reflect on this passage, taking into consideration the present scenario we are in. ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വേദഭാഗമാണ്. ഇന്നത്തെ നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ പ്രസന്റ് സിനാരിയും എല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഈ വേദഭാഗത്തെ ഒന്ന് ധ്യാനിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദൈവവചന കേൾവി അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. Our relationship with the Lord is a personal relationship. We go to the church, we do spiritual activities in the church, but unless and until we have a personal, cordial relationship with the living God, everything that we do in our spirituality become meaningless. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ബന്ധം കർത്താവുമായിട്ടൊരു ബന്ധമാണ്. ക്രിസ്ത്യാനിത്വം ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നാം എല്ലാം ജീവിക്കുന്നത്. ആ ബന്ധം ശരിയാകുന്നില്ല എങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ, നമ്മുടെ വിശ്വാസത്തിൽ നാം എന്തു ചെയ്താലും അത് അർത്ഥശൂന്യമായി തീരുകയാണ് ചെയ്യുന്നത്. To be a Marxist, one need not to have a personal contact with the Karl Marx, follow some philosophy. For one to be a Hindu, need not to be a contact with a person, follow some rituals. But in Christianity, you need a personal contact with the living God. കാരൽ മാർക്സിനെ കാണേണ്ട ആവശ്യമില്ല മാർക്സിസ്റ്റ് ആകുവാനായിട്ട്. ഹിന്ദുയിസത്തിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ആവശ്യമില്ല. മറ്റു മതങ്ങളിൽ ഒന്നും അതിനാവശ്യമില്ല. പക്ഷെ ക്രിസ്ത്യാനിത്വത്തില്, ഈ വിശ്വാസത്തില് ഒരു ബന്ധമാണ്. ആ ബന്ധത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അത് ജീവനുള്ള കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമാണെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇൻ ബുദ്ധിസം, no need of a contact with the Buddha. In Jainism, no need of a personal contact with Jain. But in Christianity, you need to have a personal contact with the living Lord. ബുദ്ധിസത്തില് ബുദ്ധയുമായിട്ടോ ജൈനിസത്തില് ജൈനായിട്ടോ ഒരു ബന്ധം നമുക്ക് ആവശ്യമില്ല. പക്ഷേ ക്രിസ്ത്യാനിത്വത്തില് നമുക്കൊരു ബന്ധം ആവശ്യമാണെന്ന് ഇന്ന് ഈ സമയത്ത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഈ വേദഭാഗത്ത് യേശു കർത്താവ് ആ ബന്ധത്തെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു അനാളജി, ഒരു മെറ്റഫോറാണ്. ആ മെറ്റഫോർ ബ്രാഞ്ചസ് ആൻഡ് വൈൻ. ദിസ് എ മെറ്റഫോർ Lord Jesus used to strengthen the relationship with the living Lord. ഈ മെറ്റഫോർ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശിഖരങ്ങളും വൈനുമായിട്ട്, കൊമ്പുകളും ആ വൃക്ഷവുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പിക്ചറുണ്ട്. അതൊരു പിക്ചർ ഓഫ് എ ഗാർഡൻ, ഒരു തോട്ടത്തിന്റെ പിക്ചറാണ്. ഇറ്റ് ഇസ് നോട്ട് എ ഫോറസ്റ്റ്.
വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് എ ഗാർഡൻ? ഗാർഡനിൽ ഉള്ള എല്ലാ സസ്യാദികളും നട്ടിരിക്കുകയാണ്. ആ തോട്ടക്കാരൻ നട്ടിരിക്കുകയാണ്. നമുക്കറിയാം, പഴയ നിയമത്തില് അതുപോലെ പുതിയ നിയമത്തിലും സഭയെ ഒരു തോട്ടത്തോട് ഉപമിച്ചിട്ടുണ്ട്. സോങ് ഓഫ് സോളമൻ ആ ബുക്കിൽ ഒരു തോട്ടത്തോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സഭ ഒരു തോട്ടമാണ്. ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ചെടിയേ ഉള്ളൂ. ഫോറസ്റ്റിൽ ചെടികൾ നടണ്ട, തനിയെ വളരുകയാണ്. ബട്ട് ഇൻ എ ഗാർഡൻ all the plants are planted by the gardener. നമ്മൾ ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്ന ചെടികളാണ്. തനിയെ വന്നതല്ല, തനിയെ വളർന്നതല്ല. We may have heard people testifying that 20 years ago, 50 years ago, I found the Lord, I came to the Lord. That is not correct. It is not we found him, rather he found us. നമ്മെ ദൈവമാണ് കണ്ടത്, നാം കണ്ടതല്ല. He chose us before the foundation of this world. ഈ ലോകത്തിന് മുമ്പേ അവൻ നമ്മെ തെരഞ്ഞെടുത്താണെന്നുള്ള വാസ്തവം നമുക്ക് മനസ്സിലാക്കണം. Who are the loser here? We are not the losers, rather the living God is the loser. We are the lost. The lost cannot go in search of a loser. എൻ്റെ കയ്യിൽ ഒരു പേനായ ഉണ്ടെന്ന് ചിന്തിക്കുക. ആ പേന നഷ്ടപ്പെട്ടു പോയാൽ ആ പേനായ്ക്ക് എന്നെ കണ്ടെത്തുവാനായിട്ട് കഴിയുകയില്ല. ഞാൻ ആ പേനായെ കണ്ടെത്തണം. So also we were the lost, so the living God came in search of us. So he found us, he chose us, and he brought us to this garden. അതാണ് ഈ പ്രത്യേകതയായിട്ടുള്ളതെന്ന് ദൈവമക്കൾ ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്ത്യാനിറ്റിയും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്രിസ്ത്യാനിറ്റിയിൽ ദൈവം നമ്മെ തേടി വന്നു എന്നുള്ളതാണ്. In all other religions people go after in search of God, but in Christianity God came in search of us. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഈ സമയത്ത് ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, we all are planted in this beautiful garden. നമ്മൾ ഇവിടെ വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണെന്നുള്ള വാസ്തവം നാം എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, usually a farmer does not have control over the agriculture. പുള്ളി നടുക എന്ന് മാത്രമേ ഉള്ളൂ. നട്ടതിന് ശേഷം ആ അഗ്രികൾച്ചറിൽ, ആ കൃഷിയിൽ ഒരു ഫാർമറിന്, ഒരു കൃഷിക്കാരന് ഒരിക്കലും ഒരു കൺട്രോളും ഇല്ല. Sometimes the climate may be unfavorable. The agriculture can be lost. No control at all. In Kerala, there are cases that farmers committed suicide due to the loss of crops. ഒരു കൃഷി ഇറക്കുമ്പോൾ ആ കൃഷി ഇറക്കിയതിനു ശേഷമായിട്ട് ആ കൃഷിക്കാരന് ഒരിക്കലും ആ കൃഷിയുടെ മേല് ഒരു കൺട്രോൾ ഇല്ല, ഒരു നിയന്ത്രണമില്ല. കാലാവസ്ഥ അനുകൂലമാകാം, കാലാവസ്ഥ പ്രതികൂലമാകാം, ചിലപ്പോൾ കൃഷി നശിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ബട്ട് ഹിയർ ഈസ് എ ഗാർഡൻ ഹു ഹാസ് സോവറിൻ കൺട്രോൾ ഓവർ ഓൾ ദ പ്ലാന്റ്സ് ഇൻ ദിസ് ഗാർഡൻ. ഈ തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ ചെടികളിന്മേലും ഈ സർവശക്തനായ ദൈവത്തിന് നിയന്ത്രണമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഏതെല്ലാം സാഹചര്യങ്ങൾ നമുക്കെതിരായി വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, there is a God who has control over all of us. നമ്മുടെ മേല് അധികാരമുള്ള, നിയന്ത്രണമുള്ള ഒരു കർത്താവ് എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. Nothing goes out of his control. No sickness goes out of control. No circumstances go out of his control. No situation go out of his control. Everything is under his control because he is a God reigning on high. He is still on the throne. ഇന്നും അവൻ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവമാണ്. ഇന്നും ദൈവമാണ് നിയന്ത്രിതാവായിരിക്കുന്നത് എന്നുള്ളത് നാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. സിറ്റുവേഷൻസ് ഏതെല്ലാം വിധത്തിൽ പോയാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മുടെ കർത്താവാണ് നിയന്ത്രിതാവായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഉപമിക്കുമ്പോൾ ശിഖരത്തോട്, ബ്രാഞ്ചസിനോട് ആണ് ഉപമിക്കുന്നത്. എന്താണ് ഒരു ബ്രാഞ്ച്, ഒരു ശിഖരത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എ ബ്രാഞ്ച് ഈസ് വീക്ക് ആൻഡ് ഹെൽപ്ലെസ്. ഇറ്റ് ഹാസ് നോ സ്ട്രെങ്ത് ഓൺ ഇറ്റ്സ് ഓൺ. ഒരിക്കലും ഒരു ശിഖരത്തിന് തനിയെ നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ദിവസങ്ങൾ എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കലും നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ശിഖരത്തിന് തനതായ ശക്തിയില്ല. അതെപ്പോഴും ഹെൽപ്ലെസ് ആണ്, എപ്പോഴും നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് സഹോദരങ്ങളെ, ഡിയർ വൺസ്, സഹോദരിമാരെ നിങ്ങളോട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നമുക്ക് പുതിയ നിയമത്തിൽ മനസ്സിലാക്കുമ്പോൾ
Jesus has illustrated the believers to weak things and weak beings. ബലഹീനമായ വസ്തുക്കളോടും ജീവികളോടുമാണ് വിശ്വാസികളെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, in Luke chapter 18, believers is illustrated as a widow who has no help at all. ഒരു വിധവയോടാണ് വിശ്വാസികളെ അവിടെ ഉപമിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിധവ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന ഒരു വിധവയോടാണ് വിശ്വാസികളെ ഉപമിച്ചിരിക്കുന്നത്. മാത്രമല്ല, മറ്റ് സാഹചര്യങ്ങളിൽ ഷീപ്പിനോട് ഉപമിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആടുകളോട് ഉപമിച്ചിരിക്കുന്നു. നോട്ട് ദ വൈൽഡ് ആനിമൽസ് ബട്ട് ഡൊമസ്റ്റിക് ആനിമൽ. നമുക്കറിയാം, ആടുകളിലെ ഏറ്റവും ബലഹീനമായ ഒരു മൃഗമാണ് ആടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആടിനോട് ഉപമിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ബ്രാഞ്ചിനോട് ഉപമിച്ചിരിക്കുന്നു. Dear ones, let me tell you that whatever our position is, whatever our education is, whatever our financial status is, we are helpless, we are weak, we have no strength on our own. നമുക്ക് സ്വയമായി ശക്തിയില്ല, നിലനിൽപ്പില്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി ലേൺ ഫ്രം ദി പ്രസന്റ് സിനാരിയോ, പ്രസന്റ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് വി ആർ ഫേസിംഗ് ടുഡേ. ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചിരിക്കുന്ന വിഷയം അതല്ലേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. വേൾഡ് നേഷൻസ് ആർ ട്രെംബ്ലിംഗ് ബിഫോർ എ കൊറോണ വൈറസ്. ലോകരാഷ്ട്രങ്ങൾ വിറയ്ക്കുകയാണ്. ശക്തിമാന്മാരെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാര് വിറയ്ക്കുകയാണ്. എന്താണ് ഈ കൊറോണ വൈറസ്? സോപ്പ് കൊണ്ട് കഴുകിക്കളയാവുന്ന ഒരു വൈറസിന്റെ മുമ്പിൽ ലോക രാഷ്ട്ര നേതാക്കന്മാർ വിറയ്ക്കുകയാണ്. ദിസ് വൈറസ് ക്യാൻ നെവർ സർവൈവ് ബിഫോർ സോപ്പ്. അത്ര നിസാരമായ ഒരു വൈറസ്, അതിന്റെ മുമ്പിലാണ് ലോക രാഷ്ട്രങ്ങൾ വിറയ്ക്കുന്നത്. ഇതെന്താണ് മനസ്സിലാക്കുന്നത്? ഹ്യൂമൻ ബീങ്സ് ആർ എസെൻഷ്യലി വീക്ക് ആൻഡ് ഹെൽപ്ലെസ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ തിയഡോർ റൂസ്വെൽറ്റിനെ കുറിച്ച് കേട്ടിരിക്കും. അമേരിക്കയിലെ ഒരു യുദ്ധക്കപ്പലാണ് തിയഡോർ റൂസ്വെൽറ്റ്. 4,800 soldiers are always ready there for any fight. യുദ്ധത്തിന് എപ്പോഴും സന്നദ്ധമായിരിക്കുന്ന 4,800 സോൾജിയേഴ്സ്. ഡ്യൂറിംഗ് ദ ഗൾഫ് വാർ ആണ് ഈ തിയഡോർ റൂസ്വെൽറ്റ് ലോകത്തിന് അറിയുവാനിടയായിത്തീർന്നത്. In 1990s, this ship was used during the Gulf War. It was the backbone of US, and the captain of this ship was known as the mightiest soldier in the world. ലോകത്തിലെ ശക്തനായ പടയാളിയായിട്ടാണ് ഈ ഷിപ്പിലെ ക്യാപ്റ്റനെ അറിഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ കേട്ടിരിക്കുന്ന കാര്യമാണ്, ആ ഷിപ്പിലുള്ള സോൾജേഴ്സ് were infected by corona virus. Literally, US got shocked. അക്ഷരാർത്ഥത്തില് അമേരിക്ക വിറച്ചുപോയി. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. It shows that people are helpless and weak. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിലുള്ള നിലനിൽപ്പാണ് നമ്മുടെ ആശ്രയമായിരിക്കുന്നത്. അതുകൊണ്ട് ഏതു സമയത്തും ഏതു സാഹചര്യങ്ങളിലും നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. God wants us to depend on Him always and even for minute things. Continuous dependency on Him is required of us. നമ്മിൽ നിന്ന് എപ്പോഴും കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുക എന്നുള്ളത്. Suppose a branch says to the tree, I was abiding in you for the last 25-50 years. I do not want to abide in you. I would live on my own strength. ഒരു ബ്രാഞ്ച്, ഒരു ശിഖരം ഒരു വൃക്ഷത്തോട് പറയുകയാണ്, കഴിഞ്ഞ 25 വർഷമായി, കഴിഞ്ഞ 50 വർഷമായിട്ട് ഞാൻ വൃക്ഷത്തോട് ചേർന്നിരിക്കുകയാണ്, ഇനിയും എനിക്ക് അങ്ങയുടെ ആവശ്യമില്ല എന്ന് വൃക്ഷത്തോട് പറഞ്ഞാൽ നമുക്കറിയാം ആ ശിഖരത്തിന് എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്. ആ ശിഖരം പെട്ടെന്ന് ഉണങ്ങിപ്പോകും, അതിന് ജീവനില്ലാത്തതായി തീരും. 25 വർഷം കഴിഞ്ഞാലും 50 വർഷം കഴിഞ്ഞാലും ഒന്നാമത്തെ ദിവസം ഈ ശിഖരം വൃക്ഷത്തെ എങ്ങനെ ആശ്രയിക്കുന്നുവോ അതുപോലെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ശിഖരത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. The branch has to abide in a tree always 24/7, then only it can survive. അതിന് നിലനിൽപ്പ് എന്നുള്ളത് ആ വൃക്ഷത്തോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമാണെന്ന്
നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. We do not want our children to depend on us after a period of gap, a period of age. ഒരു പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മൾ ആശ്രയിക്കുവാനായിട്ട് നാം താല്പര്യപ്പെടുന്നില്ല. അവർ സ്വന്തം കാലിൽ നിൽക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മുടെ താല്പര്യം. But God wants his children to be depending on him always 24/7. നമ്മുടെ മക്കൾ നമ്മൾക്ക് ഒരു കാലം കഴിഞ്ഞാൽ അവർ നമ്മൾ ആശ്രയിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ദൈവം നാം ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുവാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എത്ര വർഷം കഴിഞ്ഞാലും ക്രിസ്തീയ ജീവിതത്തിലെ ഏതെല്ലാം അനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും ഒരു കൊച്ചുകുട്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നത് പോലെ, ഈവൻ ഫോർ മൈന്യൂട്ട് തിങ്, ഏറ്റവും ചെറിയ കാര്യത്തിൽ പോലും നാം ദൈവത്തിൽ ആശ്രയിക്കണമെന്നുള്ളത് പ്രിയ ദൈവമക്കളെ നാം മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തെ കൂടാതെ രാഷ്ട്രങ്ങൾക്ക് നിലനിൽപ്പില്ല, ദൈവത്തെ കൂടാതെ വ്യക്തികൾക്ക് നിലനിൽപ്പില്ല, ദൈവത്തെ കൂടാതെ ലോകത്തിന് നിലനിൽപ്പില്ല എന്നുള്ള പാഠം ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. When Jesus here looking at the disciples told them that you are a branch. ഈ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ശിഖരങ്ങളാണ്. ഇവിടെ രണ്ട് ശിഖരങ്ങളെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. One branch that does not abide in him and another branch that abides in him, a fruitful branch and a fruitless branch. വസിക്കാത്ത കൊമ്പ്, വസിക്കുന്ന കൊമ്പ്. ഈ രണ്ട് കൊമ്പുകളെ കുറിച്ചാണ് ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുന്നത്. ദിസ് പാസേജ് ഹാസ് an immediate context. ഈ പാസേജിന് ഒരു പ്രത്യേകമായ സന്ദർഭമുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. This was the last night of Jesus Christ on the earth. Next day he was going to be crucified. യേശു കർത്താവിന്റെ ഭൂമിയിലുള്ള ആ ജീവിതത്തിന്റെ ലാസ്റ്റ് നൈറ്റ് ആണിത്. അടുത്ത ദിവസം യേശു കർത്താവ് ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുകയാണ്. അങ്ങനെ ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുന്ന സമയത്ത് ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ അതേ ഫലമുള്ള വൃക്ഷ കൊമ്പുകളായി തീരണം, എന്നാൽ ഫലമില്ലാത്ത കൊമ്പുകളും ഉണ്ടെന്ന് യേശു കർത്താവ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫലമുള്ള കൊമ്പുകൾ, ഫലമില്ലാത്ത കൊമ്പുകൾ. ഇവിടെ യേശു കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറയുമ്പോൾ ഏതാണ് ഫലമുള്ള കൊമ്പുകൾ, ഏതാണ് ഫലമില്ലാത്ത കൊമ്പുകൾ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശിഷ്യന്മാരിൽ ഫലമുള്ള കൊമ്പുകളായിട്ട് ഇവിടെ ചിത്രീകരിക്കുമ്പോൾ യേശു കർത്താവിനോട് കൂടെ നടക്കുന്ന ആ ശിഷ്യന്മാരെ നോക്കിയാണ് യേശു പറയുന്നത്, നിങ്ങൾ ഫലമുള്ള കൊമ്പുകളാണ്. പക്ഷെ അവിടെ ഫലമില്ലാത്ത ഒരു കൊമ്പുണ്ടായിരുന്നു. ആ ഫലമില്ലാത്ത കൊമ്പിനെ നോക്കിയാണ് കർത്താവ് പറയുന്നത്, ഫലമില്ലാത്ത കൊമ്പിന് എന്നിൽ വസിച്ചിട്ടല്ലാതെ നിലനിൽപ്പില്ല എന്ന് യേശു കർത്താവ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഈ കൊമ്പ്? മറ്റാരുമല്ല, അവിടെ യേശു കർത്താവ് റെഫർ ചെയ്യുന്നത് ഇസ്കറിയോത്ത് ചൂട്, യൂദാസിനെ നോക്കിയാണ് യേശു കർത്താവ് പറയുന്നത് ഫലമില്ലാത്ത കൊമ്പുകളായിട്ട്. നമുക്കറിയാം, he was with Jesus Christ for 3.5 years. He did not show any sign that he was not abiding in Jesus Christ. 3.5 വർഷമായി യേശു കർത്താവിനോട് കൂടെ നടക്കുകയാണ്. യേശു കർത്താവിൽ വസിക്കുന്നില്ല എന്നുള്ള ഒരു സൈനും പ്രത്യക്ഷമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. അവിടെ എല്ലാവരും ചിന്തിക്കുന്നു, ഇവരെല്ലാവരും യേശു കർത്താവിൽ വസിക്കുന്നു എന്നുള്ള ചിന്തയാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത്. When Jesus told the disciples that one of you are going to betray me, there we read that they began looking one another, not knowing who would be that person. ആരാണ് വ്യക്തി എന്നറിയാതെ അവർ അന്യോന്യം നോക്കുകയാണ്. നമുക്ക് ഈ കോണ്ടക്സ്റ്റിൽ നമുക്കിപ്പോൾ അറിയാം ഇത് യേശു കർത്താവ് യൂദായെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന്. എന്നാൽ ഇവർക്കാർക്കും അറിയുവാനായിട്ട് കഴിയുന്നില്ല ഇതാരെ കുറിച്ചാണെന്നുള്ളത്. സ്വാഭാവികമായിട്ട് നാം ആരെയായിരിക്കും ചിന്തിക്കുന്നത്? 3.5 വർഷം 12 ശിഷ്യന്മാർ യേശുവിനോട് കൂടെ നടക്കുന്നു. ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും, ഫലമില്ലാത്തൊരു കൊമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നാം ചിന്തിക്കുന്നത് പത്രോസിനെ കുറിച്ചായിരിക്കും. Because he was the one who stumbled more in his life. യേശു കർത്താവിനോട് കൂടെ നടക്കുമ്പോൾ ഏറ്റവും കുഴപ്പത്തിലായ ശിഷ്യനാണ് പത്രോസ്. പക്ഷെ ഇവിടെ യൂദ യേശു കർത്താവുമായിട്ടുള്ള വാസമില്ലെന്നുള്ള കാര്യം ആർക്കും അറിയുവാനായിട്ട് കഴിയുന്നില്ല.
Judas was attached visibly. It was a superficial attachment. Attachment without life. Judas attachment was without life. He did not remain in Jesus Christ. യേശു കർത്താവിന്റെ കൂടെ അവൻ വസിച്ചില്ല. ഉപരിവിപ്ലവമായിട്ട് വസിക്കുന്നു എന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. Satan was working in him, but nobody could recognize the work of Satan in him till the last moment. Superficial attachment, not abiding him in a real sense. ഒരിക്കലും അർത്ഥവത്തായിട്ട് വസിക്കാത്ത ഒരു മനുഷ്യനെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ജൂഡസ് ആണല്ലോ അങ്ങനെ നിന്നത്. പക്ഷേ മറ്റ് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ there were people who did not abide in him till the last moment. അവസാനം വരെ നിലനിൽക്കാത്ത ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. All the people were there, crowd was with them, but they did not remain in Jesus Christ till the end. ഒരിക്കലും അവർ അവസാനം വരെ നിലനിന്നില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യമെന്ന് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ മനസ്സിലാക്കണം. Let me ask you, is there people in our church? Are there members in our church, in our gatherings, who are superficially attached to Jesus Christ? യേശു കർത്താവുമായിട്ട് ആഴമേറിയ ബന്ധമില്ലാത്ത എത്രയോ പേര് നമ്മുടെ കൂട്ടങ്ങളിലുണ്ട്, എത്രയോ പേര് നമ്മുടെ സഭകളിലുണ്ട്, നമ്മുടെ ഗാദറിങ്സിലുണ്ട്. സൂപ്പർഫിഷ്യൽ അറ്റാച്ച്മെന്റ്. Nobody knows, no sign at all, but they will be revealed at the end. When they go through problems, challenges, difficulties, it will be revealed that it was a superficial attachment. They do not really abide in Jesus Christ. യേശു കർത്താവ് ശരിയായി വസിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ മണിക്കൂർ നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ശരിയായി കർത്താവിൽ വസിക്കുന്നുണ്ടോ? അതൊരു സൂപ്പർഫിഷ്യൽ അറ്റാച്ച്മെന്റ് ആണോ? ആ ലൈഫ് എന്നിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങളും എപ്പോഴും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ലെറ്റ്സ് അബൈഡ് ഇൻ ഹിം റിയലി. ഒരു സൂപ്പർഫിഷ്യൽ അറ്റാച്ച്മെന്റ് അല്ല നമുക്ക് വേണ്ടത്. വാസ്തവമായിട്ടുള്ള ബന്ധമാണ് യേശു കർത്താവുമായിട്ട് ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. There were crowd and disciples among those who followed Jesus Christ. യേശു കർത്താവിനെ അനുഗമിക്കുന്നതിൽ പുരുഷാരമുണ്ടായിരുന്നു, ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. Crowd did not follow him always. They followed him when there is a special meeting. They come to the meeting if it is a special meeting. Miracles, അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അവർ യേശുവിന്റെ അടുക്കലേക്ക് വരുന്നു. എന്തെങ്കിലും പ്രത്യേകമായി മീറ്റിംഗ് നടക്കുമ്പോൾ അവർ യേശുവിനേക്ക് അടുക്കുന്നു. But disciples were always with Jesus Christ. Crowd was not with Jesus Christ always, but his disciples were with him always. യേശു കർത്താവിനോട് കൂടെ ശിഷ്യന്മാർ എപ്പോഴും ഉണ്ടായിരുന്നു. ജനക്കൂട്ടം എപ്പോഴും യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടം ശിഷ്യന്മാരും. ജനക്കൂട്ടം എപ്പോഴാണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്? പ്രത്യേക സാഹചര്യങ്ങൾ, പ്രത്യേക മീറ്റിങ്ങുകൾ, സ്പെഷ്യൽ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ജനക്കൂട്ടത്തെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ശിഷ്യന്മാര് അവരെപ്പോഴും യേശു കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നതാണ്. Crowd did not have any commitment, but disciples had commitment in Jesus Christ. യേശു കർത്താവുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടായിരുന്നു. ക്രൗഡിന് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Crowd did not abide in Jesus Christ. Disciples always they abode in Jesus Christ. They stayed in Jesus Christ. They had a personal contact with Jesus Christ. യേശു കർത്താവ് എന്തിനാ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തത്? യേശുവിനോട് വസിക്കുവാൻ വേണ്ടിയാണ്. എപ്പോഴും യേശു കർത്താവിനോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഇന്ന് ഈ മണിക്കൂറിൽ നമുക്ക് ചോദിക്കാൻ കഴിയും, am I a part of crowd or the disciples? യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരു ഭാഗമാണോ അതോ ജനക്കൂട്ടത്തിന്റെ ഒരു ഭാഗമാണോ എന്ന് നാം ഇന്ന് ഈ മണിക്കൂർ നാം ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ക്രൗഡ് ആണെങ്കിൽ നോ കമ്മിറ്റ്മെന്റ്, ക്രൗഡ് ആണെങ്കിൽ വല്ലപ്പോഴും യേശുവിനെ അന്വേഷിക്കുന്നു, ക്രൗഡ് ആണെങ്കിൽ യേശുവിൽ വസിക്കുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇപ്പോഴത്തെ കോണ്ടസ്റ്റ്, why the churches are closed down for several weeks?
ട്രഡീഷണൽ ആയിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ, അതിന്റെ സമവാക്യങ്ങളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു. ആഴ്ചതോറും നടക്കുന്ന മീറ്റിങ്ങുകൾ ഒന്നും നടക്കുന്നില്ല. Some people say that it is a work of Satan. Satan works behind it. It is the hand of Satan. സാത്താന്റെ പ്രവൃത്തിയാണെന്ന് ചില ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രസന്റ് ഈ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, will God permit Satan to close down all the churches? Will God permit Satan to close down all the ministries? സഭ മുഴുവനും അടഞ്ഞു കിടക്കുവാനായിട്ട് പിശാചിനെ ദൈവം അനുവദിക്കുമോ? മിനിസ്ട്രി ശുശ്രൂഷകളെല്ലാം കുറെ നാളത്തേക്ക് ഇല്ലാതാകുവാനായിട്ട് പിശാചിനെ ദൈവം അനുവദിക്കുമോ? ആഫ്റ്റർ ഓൾ ഇൻ വർഷിപ്പ് വി ബ്രിങ് ഗ്ലോറി ടു ദ ലോർഡ്. എവിടെ ആരാധിച്ചാലും അത് ദൈവത്തിന് മഹത്വമല്ലേ? ഓൾ ദ മിനിസ്ട്രീസ് ബ്രിങ് ഗ്ലോറി ടു ദ ലോർഡ്. എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന് മഹത്വം കൊണ്ടുവരികയാണെങ്കിൽ will God permit Satan to close down the churches and the ministries in the world? ലോകത്തുള്ള സകല സഭകളും അടഞ്ഞു കിടക്കുവാനായിട്ട് പിശാചിനെ ദൈവം അനുവദിക്കും. What is God going to get for himself out of history? What is God going to get for himself out of this present scenario? ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് എന്താണ് ലഭിക്കുവാനായിട്ട് പോകുന്നത്? Let me answer you. ഞാൻ നിങ്ങളോട് പറയട്ടെ, God is primarily interested in a people. Nowadays, God is preparing some group of people for himself. ദൈവത്തിന് വേണ്ടി ചില കൂട്ടത്തെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാസ്തവമായ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ പ്രസന്റ് സിനാരിയോയില് God wants a generation whom he can trust. God wants a generation who can be holy always in their lives. God wants a generation who will break down the counsel of Satan. God wants a generation who break down all the plans of Satan. ഈ തലമുറയിൽ ദൈവത്തിന് ഒരു കൂട്ടം ആളുകളെ വേണം. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടം ആളുകളെ വേണം. പിശാചിന്റെ എല്ലാ ആലോചനയും തകർത്ത് കളയുവാനായിട്ട് അഭിഷിക്തരായ ഒരു കൂട്ടം ആളുകളെ ദൈവത്തിന് വേണം. ദൈവം ആ കൂട്ടത്തെ ഇപ്പോൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജനറേഷൻ, ഒരു തലമുറ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു തലമുറ എന്നുള്ളത്. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിയുമ്പോൾ a generation will come out who will stand for God. ഈ ലോക്ക്ഡൗൺ പീരീഡില് സാധാരണപ്പെട്ടവരായി മാത്രം നിലനിൽക്കും. അനാത്മികരായി നിലനിൽക്കും. അവർക്കൊരു മാറ്റവും ഉണ്ടാകുകയില്ല. But spiritual people will have change. They will come closer to God. They will be transformed. They will see themselves in the light of God's word. അവർ ദൈവവചനത്തിൽ അവർ പരിശോധിക്കപ്പെടുകയാണ്. ഒരു തലമുറ പുറത്തു വരുവാൻ പോകുകയാണെന്ന് പ്രിയ സഹോദരങ്ങളെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നമുക്ക് മാത്രമല്ല ലോക്ക്ഡൗൺ, പുതിയ നിയമ പഴയ നിയമ പശ്ചാത്തലത്തിലും ലോക്ക്ഡൗൺ പീരീഡിലൂടെ കടന്നുപോയ ധാരാളം ദൈവഭക്തന്മാരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In the book of Acts, there was a lockdown. Almost 120 people were in a room being locked down for 10 days. 10 ദിവസം ലോക്ക്ഡൌണിലായ 120 പേരെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. What was the result? What was the after effect of this lockdown? After this lockdown, they all were filled with the Holy Spirit. Healing took place through them. They stood courageously before the persecutors. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. 120 പേരുടെ ഒരു ലോക്ക്ഡൌൺ, 10 ദിവസം ഒരു ലോക്ക്ഡൌൺ ആയിരുന്നു. ഒരു റൂമിനകത്ത് അവർ ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പരിശുദ്ധയാത്മാവോടെ മേൽ വന്നു. അവർ ശക്തന്മാരായി തീർന്നു. സൗഖ്യം അവരിലൂടെ സംഭവിച്ചു. സുവിശേഷ വിരോധികളുടെ മുമ്പിൽ അവർ ശക്തരായി നിന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, dear ones in Christ, let's make use of this lockdown period. Let's make ourselves stronger for the Lord. Let's stand firmly for the Lord. Let കർത്താവിന്റെ അശക്തമായ കരം നമ്മെ ചലിക്കട്ടെ. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ കർത്താവ് നമ്മെ ഉപയോഗിക്കട്ടെ. ഈ ജനറേഷനിൽ കർത്താവിന് ഉപയോഗിക്കുവാനുള്ള ഒരു കൂട്ടമായിട്ട് ദൈവം നമ്മെ വാർത്തെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ ചർച്ചസ് എല്ലാം അടഞ്ഞു കിടക്കുന്നു. ഇതിലൂടെ ദൈവം ഒരു ജനറേഷനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാസ്തവം നാം മറന്നു പോകരുത്.
ഇവിടെ 4-ാം വാക്യത്തിൽ വായിക്കുന്നു, യു ഹാവ് ടു അബൈഡ് ഇൻ മീ സോ ദാറ്റ് ഐ വിൽ അബൈഡ് ഇൻ യു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നുള്ളതാണ്. What is the privilege we have as the children of God? ദൈവമക്കളായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വലിയ പദവി എന്താണ് പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ? The triune God has taken our body as his residence. നമ്മിൽ അവൻ വസിക്കുകയാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ വാസസ്ഥലമാക്കി തീർത്തിരിക്കുന്നു. The triune God, God the Father, the Son and the Holy Spirit dwell in us. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, പിതാവും ഞാനും നിങ്ങൾ വസിക്കും. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, മഹത്വത്തിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലമാണ്. പിതാവിന്റെ വാസസ്ഥലം, ക്രിസ്തുവിന്റെ വാസസ്ഥലം, പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലം. Triune God dwell in our being, in our body. അതാണ് നമ്മുടെ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ ഈ സാൽവേഷൻ, രക്ഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, രക്ഷ എന്ന് പറയുമ്പോൾ നമ്മെ ദൈവത്തിന് വസിക്കുവാൻ പറ്റിയ സ്ഥലമാക്കി തീർക്കുന്ന അവസ്ഥയാണ്. ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് സം പ്രിൻസിപ്പിൾ, ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് സം റിച്വൽസ്, it is not following some doctrines. What is salvation? God has chosen all of us as his residence and he is dwelling within us. നമ്മിൽ അവൻ വസിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ മക്കൾ മനസ്സിലാക്കണം. The creator God, സൃഷ്ടിതാവായ ദൈവം നമ്മിൽ വസിക്കുന്നു. പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം നമ്മിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷൻ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ ക്രിസ്തീയ അനുഭവങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പ്രിയ ദൈവമക്കളെ, we are not moving according to the circumstances, we are not moving according to the situation. Situation can be favorable, situation can be unfavorable, but we rejoice in the Lord. Why? Because the Almighty God dwells in us. സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, പ്രതികൂലമാണ്, അതെപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല. പക്ഷേ നാം റിജോയ്സ് ചെയ്യുകയാണ്, നാം സന്തോഷിക്കുകയാണ്. എന്താ അതിന് കാരണമായി തീരുന്നത്? സർവശക്തനായ ദൈവം നമ്മിൽ വസിക്കുകയാണ്. അപ്പോൾ നാം സന്തോഷത്തിന് വേണ്ടി പാടണ്ട, സന്തോഷം കൊണ്ട് പാട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും, സമാധാനം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും, സന്തോഷം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. ബിക്കോസ് God dwells in us. Jehovah Rapha, Jehovah Nisi, Jehovah Shammah, Jehovah Rovi, Jehovah Shalom. The triune God lives in us. ആ സർവശക്തനായ ത്രിയേകനായ ദൈവം നമ്മിൽ വസിക്കുകയാണെന്നുള്ളത് പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവമക്കളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. We are bound with Jesus Christ. യേശു കർത്താവുമായിട്ട് നാം വസിച്ചു കൊണ്ടിരിക്കുകയാണ്, അവനുമായിട്ട് നാം ഒന്നായി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. So you cannot touch your normal life unless it is through Jesus Christ. യേശു കർത്താവിൽ നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമ്മുടെ നോർമൽ ലൈഫിനെ യേശുവിനെ കൂടാതെ തൊടുവാൻ കഴിയുന്നതല്ല. Between me and my normal life, Jesus stands. ഞാനും എൻ്റെ നോർമൽ ലൈഫിന്റെയും ഇടയിൽ യേശു കർത്താവ് നിൽക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. I cannot touch my normal life without Jesus Christ. I cannot touch my situation without Jesus Christ. I cannot touch my beloved children without Jesus Christ. I cannot touch my life partner without Jesus Christ. I cannot touch my normal life without Jesus Christ. Everything I have through Jesus only. എല്ലാം ക്രിസ്തുവിലൂടെയാണ്. കാരണം എൻ്റെ നോർമൽ ലൈഫിനും ഞാനും മധ്യത്തില് യേശു കർത്താവ് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഒന്നും വരുവാനായിട്ട് നാം അനുവദിക്കരുത്. കർത്താവിനെയാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ കാണേണ്ടത്. ഈ ഡോൾസിനസ് അവൻ നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ഏത് സമയത്തും കർത്താവ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുകൊണ്ട് എൻ്റെ നോർമൽ ലൈഫിനെ കർത്താവിനെ കൂടാതെ എനിക്ക് തൊടുവാനായിട്ട് കഴിയുകയില്ല. എൻ്റെ സാഹചര്യം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ജോലി, എൻ്റെ സാമ്പത്തിക അവസ്ഥകൾ എല്ലാം ഞാൻ യേശുവിലൂടെയാണ് സ്പർശിക്കുന്നത്. കാരണം ഹി സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ മീ ആൻഡ് മൈ നോർമൽ ലൈഫ്. അവനാണ് ഞാനും ഇടയിൽ നിൽക്കുന്നത് എന്നുള്ളത് ദൈവമക്കൾ മനസ്സിലാക്കണം.
Once God asked Abraham, Abraham, when I called you, I knew that there was nothing standing between you and me. Is there anyone standing between you and me? അബ്രഹാമിനോട് ദൈവം ഒരിക്കൽ ചോദിച്ചു, അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ, ആ ബന്ധത്തിന്റെ ഇടയിൽ മറ്റാരുമില്ലായിരുന്നു. ഈ ബന്ധത്തിന്റെ ഇടയിൽ മറ്റാരും കയറിയിട്ടുണ്ടോ? ഇസഹാക്ക് ഈ ബന്ധത്തിന്റെ ഇടയിൽ കയറിയിട്ടുണ്ടോ എന്ന് അബ്രഹാമിനോട് ദൈവം ചോദിച്ചു. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല ദൈവമേ, ഇസഹാക്ക് കയറിയിട്ടില്ല. Then God told him, you prove it. നീ ഒന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിന് ഇടയ്ക്ക് ആരുമില്ലായിരുന്നു. ഇപ്പോൾ ആ ബന്ധത്തിന് ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടോ? അബ്രഹാം പറയുന്നില്ല. ദൈവം അവനോട് പറയുന്നു, നീ എങ്കിൽ തെളിയിക്ക്. എന്താണ് അബ്രഹാം ചെയ്തത്? തന്റെ മകൻ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിന് മുമ്പിൽ തെളിയിക്കുകയാണ്, അബ്രഹാമേ, ദൈവമേ, നീ എന്നെ വിളിച്ചപ്പോൾ ആരും ഇടയ്ക്കില്ലായിരുന്നു. ഇസ്ഹാക്കിനെ നീ എനിക്ക് തന്നു. എന്നാൽ ഇന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നു, യു ആർ മൈ പ്രയോറിറ്റി. നോ വൺ ഹാസ് കം ഇൻ അവർ റിലേഷൻഷിപ്പ്. നമ്മുടെ ബന്ധത്തിൽ ആരും വന്നിട്ടില്ല, എനിക്ക് നീയാണ് പ്രാധാന്യമുള്ളതെന്ന് അബ്രഹാം അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. Then we see a provision of God for Abraham. അവിടെയാണ് ദൈവത്തിന്റെ കരുതൽ കാണുവാൻ കഴിയുന്നത്. Let me ask you, who will get the provision of God? Only those people who prove that God is priority in their lives. No one is between God and himself or herself. ആരും ഇല്ല ഇടയ്ക്ക്, ആ ബന്ധത്തിൽ ആരും വന്നിട്ടില്ല. ദൈവമാണ് ആ ബന്ധത്തിലുള്ളത് എന്നുള്ളത് പ്രൂവ് ചെയ്യുമ്പോഴാണ്, അവിടെയാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ കാണുന്നത്. എല്ലാവർക്കുമുള്ള ദൈവത്തിന്റെ പ്രൊവിഷൻ അല്ല ഇത്, പ്രത്യേകമായ ദൈവത്തിന്റെ പ്രൊവിഷൻ. ഇന്ന് ഈ സമയത്ത്, ഈ മണിക്കൂറിൽ ദൈവവചനം കേൾക്കുന്ന ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഇടയ്ക്ക് കയറിയിട്ടുണ്ടോ? God called us. God has planted us in his garden. ആ തോട്ടത്തിൽ നമ്മെ നട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ ആരും ഇടയ്ക്കില്ലായിരുന്നു. ഇന്ന് കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? Is there anything that is standing between the relationship between you and your God? ദൈവവും നാമും തമ്മിലുള്ള ബന്ധത്തിന് ഇടയ്ക്ക് എന്താണ്? നമ്മുടെ ജീവിത പങ്കാളിയുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടോ? നമ്മുടെ ജോലിയുണ്ടോ? നമ്മുടെ സമ്പത്തുണ്ടോ? നമ്മുടെ പൊസിഷൻസ് ഉണ്ടോ? ഈ മണിക്കൂറിൽ നാം ചോദിക്കുക, ഈ ബന്ധത്തിന് ഇടയ്ക്കൊന്നും വരരുത്. We have to prove always that God is our first priority. ദൈവമാണ് നമുക്ക് ഒന്നാമതെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ സിറ്റുവേഷൻസ് എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഇവിടെ ദൈവം നമുക്കൊരവസരം തരികയാണ്, കർത്താവാണ് ഒന്നാമത്. അതിനിടയ്ക്ക്, ആ ബന്ധത്തിനിടയ്ക്ക് ഒന്നും വന്നിട്ടില്ല എന്ന് ഇന്ന് ഈ മണിക്കൂറിൽ നമുക്ക് ധൈര്യത്തോടെ പറയുവാനായിട്ട് കഴിയുമോ? പ്രിയ ദൈവമക്കളെ, dear ones in Christ, we should not let anyone to stand between our relationship with God. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനിടയ്ക്ക് ഒന്നും വരുവാനായിട്ട് നാം അനുവദിക്കരുത് എന്നുള്ളത് ദൈവമക്കളോട് ഇന്ന് ഞാൻ സംസാരിക്കുകയാണ്. Paul was in the Roman prison, which was the worst prison in the world. ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു തടവറയാണ് റോമൻ പ്രിസൺ എന്നുള്ളത്. ഏറ്റവും വേഴ്സ് ക്രിമിനൽസിനെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. While he was waiting for death, അവൻ മരണത്തെ കാത്തിരിക്കുകയാണ്. There we read one strong statement Paul said to Timothy. തിമോത്തിയോട് പറയുന്ന ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. He was waiting for that, but he says to Timothy, as a king who conquered the whole world with his head lifted up, he says to Timothy, I know whom I have believed. റോമൻ തടവറയിൽ കിടക്കുന്ന പൗലോസ് തീമോത്തിയോസിൽ പറയുന്ന ഒരു പ്രസ്താവന വളരെ വിലപ്പെട്ടതാണ്. ആ ക്രൂരമായ അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ, ശോചനീയമായ അന്തരീക്ഷത്തിൽ കിടക്കുമ്പോൾ തീമോത്തിയോസിനോട് പൗലോസ് പറയുന്നത് തന്റെ വേദനയല്ല, തന്റെ കഷ്ടതയല്ല, തന്റെ വെല്ലുവിളിയല്ല. അവിടെ തീമോത്തിയോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I have believed.
ഇന്ന് പകൽ ഇന്ന് പകൽ ഇവിടെ രാവിലെയാണ്, നിങ്ങളുടെ അവിടെ രാത്രിയാണ്. രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഈ ആഴമേറിയ ഒരു സമർപ്പണം നമുക്കുണ്ടാകട്ടെ. സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ഇളകുവാൻ ഒന്നിനെ നാം അനുവദിക്കരുത്. ശക്തിയോടെ മുന്നോട്ട് പോകണം പ്രിയ സഹോദരങ്ങളെ. ആസ് എ ബിലീവർ, വാട്ട് ഈസ് അവർ വെൽത്ത്? ഈസ് ഇറ്റ് അവർ ജോബ്? ഈസ് ഇറ്റ് അവർ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്? ഈസ് ഇറ്റ് അവർ പൊസിഷൻ? Let me tell you, all these things will fall down and disappear like a palace that was built on sand. ഒരു വിശ്വാസി എന്നുള്ളിടത്തോളം കാലം നമ്മുടെ വെൽത്ത് എന്താണ്? നമ്മുടെ സമ്പത്ത് എന്താണ്? നമ്മുടെ ജോലിയാണോ? നമ്മുടെ സ്ഥാനമാനങ്ങളാണോ? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണോ? ഒന്നുമല്ല നമ്മുടെ വെൽത്ത്. ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോകും. മണൽമേൽ പണിത കൊട്ടാരം പോലെ ഇതെല്ലാം തകർന്നടിഞ്ഞു പോകും. But let me tell you, as a believer, our wealth is our strong, vital, cordial relationship with the living God. കർത്താവുമായിട്ടുള്ള ആഴമേറിയ ബന്ധമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വത്തെന്ന് ഇന്ന് ഈ മണിക്കൂറിൽ ദൈവം മക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, I want to abide in you really. I do not want a superficial attachment with you. ഒരു സൂപ്പർഫിഷ്യൽ അറ്റാച്ച്മെന്റ് അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് അങ്ങയിൽ വാസ്തവമായി വസിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പറയുവാനായിട്ട് കഴിയുമോ? കർത്താവുമായിട്ട് നമ്മുടെ ബന്ധത്തിനിടയ്ക്ക് ഒന്നും വരാതെ ആ ബന്ധം സ്ട്രോങ് ആയിട്ട് ബലവത്തായിട്ട് നമുക്ക് തീർക്കുവാനായിട്ട് കഴിയുമോ? ജീവിതത്തിന് ഏത് സാഹചര്യങ്ങൾക്ക് നാം കടന്നുപോയാലും കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ആഴമേറിയ ബന്ധമെന്ന് ഇന്ന് ഈ മണിക്കൂറിൽ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ബന്ധത്തിലേക്ക് കർത്താവ് നമ്മെ നയിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഈ രാത്രി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ആ കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ജൂഡസിനെ പോലെ കർത്താവ് ഒരു സൂപ്പർഫിഷ്യൽ അറ്റാച്ച്മെന്റ് അല്ല എനിക്ക് വേണ്ടത്. റിയലി ഐ വാണ്ട് ടു അബൈഡ് ഇൻ യു. വാസ്തവമായി എനിക്ക് അങ്ങനെ വസിക്കണം. അങ്ങനെ ഞാൻ വസിക്കുമ്പോൾ എൻ്റെ നോർമൽ ലൈഫിന്റെ ഇടയ്ക്കും അങ്ങയുമായിട്ടുള്ള ബന്ധത്തിനിടയ്ക്കും ഒന്നും വരാതെ എന്നെ സൂക്ഷിക്കണമെന്ന് കർത്താവിനോട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. Lord, thank you for your voice. Lord, we want to abide in you really, oh Lord. We do not want a superficial attachment. Lord, we want to give priority always in our lives. We don't want anybody coming between our relationship, oh Lord. ഞങ്ങളുടെ ബന്ധവുമായിട്ട് ഇടയ്ക്ക് ഒന്നും വരാതെ ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ദൈവമക്കൾക്കായി സ്തോത്രം. ഒരു ആഴമേറിയ കർത്താവുമായിട്ട് ബന്ധത്തില് കർത്താവ് ഞങ്ങളെ മുന്നോട്ട് നയിക്കണം. ഈ ലോക്ക്ഡൌൺ പീരീഡ് കഴിയുമ്പോൾ ഞങ്ങൾ ശക്തന്മാരായി തീരട്ടെ. കർത്താവിനോട് അല്പം കൂടി അടുക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you so much for listening me.